മീനച്ചൽ ഹോംസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ഇതാ നല്ലൊരു മെയിൻ ഹൈവേയിൽ നിന്നും നോക്കിയാൽ കാണാവുന്ന ദൂരത്തിൽ 100 മീറ്റർ ദൂരം കഷ്ടിച്ചേ ഉള്ളൂ 2650 സ്ക്വയർ ഫീറ്റുള്ള 5 ബെഡ്റൂമുള്ള വീടുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുക. കിണർ, ഇഷ്ടംപോലെ വെള്ളം ലഭിക്കുന്ന കിണർ, അതുപോലെ തന്നെ കിണർ നല്ല ഡിസൈനോട് കൂടി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എല്ലാം ഗ്രില്ലിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് എലവേഷൻ നമുക്ക് കാണാം. വീട് പണികൾ ഏകദേശം ഓൾമോസ്റ്റ് പൂർത്തിയായി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മുടെ പണികളിൽ ഇനി ക്ലീനിങ് ആണ്. ലാസ്റ്റ് ഒരു കോട്ട് പെയിൻറ്റിങ് ഒക്കെ ചെയ്യുവാനും ഒരു ക്ലീനിങ്ങും കൂടിയാണ് ബാക്കിയുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള നല്ല ഒരു കിടുക്കൻ വീടിൻ്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുക. ഇതാണ് ഫ്രണ്ട് ഡോറ്, ഡബിൾ പാളി ഡോറാണ്. തുറന്ന് അകത്തേക്ക് നമ്മൾ പ്രവേശിച്ചു. അപ്പോൾ അങ്ങനെ പ്രവേശിച്ച് കഴിഞ്ഞപ്പോൾ ഇതാണ് നല്ല സ്വീകരണ മുറിയാണ് ഇവിടെ കാണുന്നത്. നല്ല ഇൻറ്റീരിയർ വർക്കുകളുണ്ട്. ഇപ്പോൾ കറണ്ട് ഉണ്ടായിരുന്നില്ല, കറണ്ടൊന്ന് കുത്തി ഓണാക്കാൻ നോക്കിയിട്ട് നമുക്കിത് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ കറണ്ട് ഇല്ലാതെയാണ് വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പണികൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു വീഡിയോ കൂടി ഷൂട്ട് ചെയ്തിടണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. ഇതാ സ്വീകരണ മുറിയിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. ഡൈനിങ് ഹാൾ നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാൾ തന്നെയാണ്. ഇടയ്ക്കുള്ള പാർട്ടീഷൻ വർക്കുകൾ അതിലും മനോഹരമാണ്. ഇവിടെയാണ് നമ്മുടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുക. ബെഡ്റൂമുകളിലേക്കുള്ള ഡോറുകൾ സഹിതം എല്ലാ തടികളും തേക്ക് തന്നെയാണ്. കട്ടകളെല്ലാം ആഞ്ഞിലി, പാളികളെല്ലാം തേക്ക്. ഇതാണ് കിച്ചൺ വന്നിരിക്കുന്നത്. കിച്ചണിൽ നിന്ന് ഫുഡ് സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെറിയൊരു ഹോള്, ഒരു ഓപ്പൺ കിച്ചനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ചെറിയൊരു ഹോള് സെറ്റ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന നല്ല കബോർഡ് വർക്കുകൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഇതാണ് വർക്ക് ഏരിയ വന്നിരിക്കുന്നത്. വർക്ക് ഏരിയയിലും നല്ല കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ഡോറാണ് ഇവിടെ വന്നിരിക്കുന്നത്. പുകയില്ലാത്ത അടുപ്പ് ഇവിടെ കൊടുത്തിരിക്കുന്നു. വീട് കിഴക്ക് ദർശനത്തിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. പാലാ കോട്ടയം റോഡിൽ ചേർപ്പങ്കലിന് സമീപത്തായിട്ട് മെയിൻ ഹൈവേക്ക് സമീപത്ത് തന്നെയാണ്. വെള്ളപ്പൊക്ക ഭീഷണി ഇല്ലാത്ത മേഖലയിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടും സ്ഥലവും. അത് നിങ്ങൾക്ക് സ്വന്തമാക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ ഞങ്ങളെ വിളിക്കൂ. 1,30,00,000 രൂപ ചോദിക്കുക, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം എന്നാണ് ഉടമസ്ഥൻ പറഞ്ഞിരിക്കുന്ന വില. അപ്പോൾ നമ്മൾ ഇതാണ്, ഇവിടെയും നല്ല ഇൻറ്റീരിയർ ജിപ്സം വർക്കുകൾ, അവിടെയെല്ലാം ലൈറ്റുകൾ എല്ലാം ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഇനി ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. മൊത്തം 5 ബെഡ്റൂമുള്ള വീടാണ്. 5 ബെഡ്റൂം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെ. ബെഡ്റൂമുകളിലും ഈ ജിപ്സം വർക്കുകൾ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു വിൻഡോ വന്നിരിക്കുന്ന ഭാഗത്തൊക്കെ ഒരു ടേബിൾ പോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുക. ഗ്രാനൈറ്റൊക്കെ ഇട്ട് അത് ഭംഗിയാക്കിയിട്ടും കൂടിയുണ്ട്. അങ്ങനെ നമ്മൾ ഇതാണ് ബെഡ്റൂമിൻ്റെ ഒരു ഏകദേശ രൂപം. ഇവിടെ ഡ്രസ്സിങ് ഏരിയയിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകളാണ് ബാത്റൂം ഫിറ്റിങ്സുകളായിട്ട് ഉപയോഗിച്ചിരിക്കുക. ഇതാണ് നല്ല ഒരു വലിപ്പമുള്ള നല്ലൊരു ടോയ്ലറ്റ്. വേണമെങ്കിൽ പാർട്ടീഷൻ ചെയ്യാവുന്ന രീതിയിൽ വലിപ്പമുള്ള ടോയ്ലറ്റുകളാണ്. എക്സോസ് ഫാൻ സഹിതം മുഴുവൻ സംവിധാനത്തോടും കൂടിയാണ് ബാത്റൂം ഫിറ്റിങ്സുകൾ സെറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് ഈ ഡൈനിങ് ഹാളിൽ നിന്നിറങ്ങി സ്വീകരണ മുറിയിലൂടെ നമ്മൾ പോവുകയാണ്. 3 ഫേസ് വയറിംഗ് ആണ് കൊടുത്തിരിക്കുക. 3 ഫേസ് കണക്ഷൻ എടുക്കണമെങ്കിൽ പോലും ഒരു 100 മീറ്റർ താഴെ ദൂരമാണ് മെയിൻ ഹൈവേയിൽ നിന്ന്. അപ്പോൾ അധികം ചിലവില്ലാത്ത രീതിയിൽ 3 ഫേസ് കണക്ഷൻ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഇതാണ് കയറി വരുന്ന ഹോള്. TV യൂണിറ്റിൻ്റെ പോയിൻ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിന് സമീപത്താണ് രണ്ടാമത്തെ ബെഡ്റൂം. രണ്ടാമത്തെ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. എല്ലാ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ AC-യുടെ പോയിൻ്റ് എല്ലാ ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂം സഹിതം മുഴുവൻ ജിപ്സം വർക്കോട് കൂടിയാണ് ഇവിടെ വന്നിരിക്കുക. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ ഇതാണ് നമ്മുടെ ഡ്രസ്സിങ് ഏരിയ. ഡ്രസ്സിങ് ഏരിയയിൽ നിന്ന് ടോയ്ലറ്റ്. അങ്ങനെയാണ് ഈ ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുക. ഏറ്റവും നല്ല രീതിയിൽ മെറ്റീരിയലുകൾ ഉപയോഗിച്ച് നല്ല ഭംഗിയായിട്ട് ചെയ്തെടുത്തിരിക്കുന്ന നല്ല വീട് സ്ഥലവും. അത് ചോദിക്കുന്ന വില നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കണം എന്ന ആഗ്രഹമുള്ളവർ ഞങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ. ഏത് സമയത്ത് വിളിച്ചാലും നമുക്ക് പ്രോപ്പർട്ടി കാണുവാൻ സാധിക്കുന്നതാണ്. ഡോക്ടേഴ്സിനൊക്കെ പ്രൈവറ്റ് കൺസൾട്ടിംഗ് ഒക്കെ നടത്തണം എന്നുള്ളവർക്കും അതുപോലെയുള്ളവർക്കൊക്കെ ഏറ്റവും അഭികാമ്യമാണ്. ജോലിക്ക് പോകുന്നവർ അല്ലെങ്കിൽ മെയിൻ റോഡിനോട് അടുത്ത് വീട് വേണം എന്ന് പറയുന്നവർക്കൊക്കെ ഏറ്റവും അഭികാമ്യമായ നല്ലൊരു വീടാണിത്. TV യൂണിറ്റിൻ്റെ വലിയ TV വയ്ക്കാവുന്ന രീതിയിൽ TV യൂണിറ്റിൻ്റെ പോയിൻറ്റും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ കേസിന് സമീപത്തായിട്ട്.
അങ്ങനെ ഹൈവേയുമായിട്ട് ഏറ്റവും അടുത്ത് വരുന്ന രീതിയിലുള്ള ഇത്രയും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് ഇപ്പോൾ കാണുന്നതിലും ഒന്നും കൂടി ഗ്ലേസിങ് ഉണ്ടാവും. പണിയെല്ലാം ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്ക് ജിപ്സം വർക്ക് എല്ലാം ചെയ്ത് എല്ലാം ലൈറ്റൊക്കെ ഓണാക്കി ഇട്ടെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര മനോഹരമാണ് ഈ വീട്. അതിമനോഹരവും ഗംഭീരവുമായ രീതിയിൽ എല്ലാ വർക്കുകളും, ഇപ്പോൾ സ്റ്റെയർ കേസിൻ്റെ ഹാൻഡിലായിക്കോട്ടെ, എല്ലാ വർക്കുകളും നല്ല സ്ട്രോങ് ആയിട്ടും ഗംഭീരമായിട്ടും നിർമ്മിച്ചിരിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ മുകളിലത്തെ നിലയിലേക്ക് കയറി. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമാണ് കണ്ടത്. ഇനി 3ാമത്തെ ബെഡ്റൂം, മുകളിലത്തെ നിലയിൽ ആദ്യത്തെ ബെഡ്റൂം നമ്മൾ കാണുവാനായിട്ട് പോവുകയാണ്. വലിപ്പമുള്ളൊരു ഫാമിലി ലിവിങ് ഏരിയ. ഇവിടെയും TV യൂണിറ്റിൻ്റെ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് TV വെക്കുന്നതിൽ ഏറ്റവും നല്ലത് എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം വീട്ടിലെ എല്ലാവരും കൂടെ ഫാമിലി ആയിട്ടിരുന്ന് TV കാണാൻ പറ്റുന്ന രീതിയിലാണ്. ഇവിടെയാണ് നമ്മുടെ മുകളിലത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂം. അതായത് നമ്മൾ 3ാമത്തെ ബെഡ്റൂമിലേക്കാണ് കയറുന്നത്. ഇവിടുത്തെ ജിപ്സം വർക്കുകൾ എല്ലാം, അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ്, അവിടെ ഡ്രസ്സിങ് ഏരിയയിൽ കബോർഡ് വർക്കുകൾ, അങ്ങനെ നല്ല ഒരു വർഷങ്ങളായിട്ട് കോൺട്രാക്റ്റ് വർക്ക് ചെയ്ത് അതുപോലെ പരിചയസമ്പത്തുള്ള ആളുടെയാണ് ഈ വീട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ ബേസ്ഡ് പറയുവാണെങ്കിൽ അതുപോലെ നല്ല ഭംഗിയായിട്ട് നല്ല ക്വാളിറ്റിയിൽ പണി കഴിപ്പിക്കപ്പെട്ടു എന്ന് തന്നെ നമുക്ക് 100% ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു വീടാണ്. അകത്തെ ഡോറുകളും എല്ലാം തേക്കിൻ തടി കൊണ്ട് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇതാണ് വിൻഡോയ്. താഴത്തെ നിലയിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഉള്ള വിൻഡോയും, അതുപോലെ തന്നെ ഉള്ള ഡ്രസ്സിങ് ഏരിയയും, അതുപോലെ തന്നെ ഉള്ള ടോയ്ലറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിരിക്കുന്നു. അങ്ങനെ നമ്മൾ 4ാമത്തെ ബെഡ്റൂമാണ് കണ്ടുകൊണ്ടിരിക്കുക. ചേർപ്പങ്കൽ മെഡിസിറ്റി, അതുപോലെ തന്നെ മുത്തോലി ബ്രില്യൻ്റ് എന്നിവ അവിടേക്ക് പോകണമെന്നുള്ളവർക്ക് ഏറ്റവും എളുപ്പമാണ്. ഏറ്റുമാനൂർ, പാല, ഏത് സൈഡിലേക്ക് പോകണമെങ്കിലും ഏറ്റവും എളുപ്പമാണ്. ഇടുക്കിയിലേക്കൊക്കെ പോകാൻ പാല, തൊടുപുഴ വഴി, അല്ലെങ്കിൽ ഇവിടുന്ന് നേരെ പൈക ടൗണിലേക്ക് ഇറങ്ങാൻ എളുപ്പമാണ്. പൈക ടൗൺ വഴി നേരെ മുണ്ടക്കയം പോകാൻ എളുപ്പമുള്ള റോഡുകളാണ്. അതുപോലെ തന്നെ കോട്ടയം, എറണാകുളം, അതുപോലെ എയർപോർട്ടിലേക്ക് പോകേണ്ടവർക്ക് ഇവിടുന്ന് കടപ്പളാമറ്റം വഴി എയർപോർട്ട് റോഡെന്ന് തന്നെയാണ് ആ റോഡിനെ ഇപ്പോൾ അറിയപ്പെടുന്നത്. ഇവിടെ പുറത്തൊരു സ്റ്റെയർ കേസൊക്കെ നമുക്ക് കാണാം. മുകളിൽ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് കയറണമെങ്കിൽ അതിന് പറ്റുന്ന രീതിയിലാണ്. നമുക്ക് നമ്മുടെ മെയിൻ ഹൈവേ എന്ന് പറയുന്നത് ആ കാണുന്നത് മെയിൻ ഹൈവേ. ഒന്നുകൂടി നമുക്കത് സൂം ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റും. അങ്ങനെ എല്ലാം നല്ല വീടുകളൊക്കെ തന്നെ അടുത്തുള്ളതും ശാന്തസുന്ദരമായിട്ട് ജീവിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള മെയിൻ ഹൈവേ അടുത്താണെങ്കിലും അവിടെ ഒത്തിരി കടകളും ഒച്ചപ്പാടും ബഹളവും ഒന്നും ഉള്ള മേഖലയുമല്ല. അപ്പോൾ അങ്ങനെയുള്ള ശാന്തസുന്ദരമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഈ വീട് വന്നിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ അഭികാമ്യം. പിന്നെ മാത്രമല്ല, പഞ്ചായത്ത് റോഡ് അരികിലാണ്. ഈ 100 മീറ്റർ, കഷ്ടിച്ച് 100 മീറ്റർ ദൂരം എന്ന് പറയുന്നത് പഞ്ചായത്ത് റോഡും കൂടിയാണ്. അപ്പോൾ അങ്ങനെ പഞ്ചായത്ത് റോഡ് അരികിൽ കൂടിയാണ് ഈ വീട് വന്നിരിക്കുന്നത് എന്നതുകൂടി മറ്റൊരു എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്ക് പോകുവാനായിട്ട് 5 മിനിറ്റ് വേണ്ട. 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ പോലും അത് അധികപ്പറ്റായി പോകുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ 5 മിനിറ്റ് പോലും വേണ്ട മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ ബ്രില്യൻറ്റിലേക്കൊക്കെ പോകുവാനായിട്ട്. ഏറ്റുമാനൂരോ കോട്ടയമോ അല്ലെങ്കിൽ കടകളിൽ പോയി സാധനങ്ങൾ മേടിക്കണമെങ്കിലോ അല്ലെങ്കിൽ പള്ളിയിൽ പോകണമെങ്കിലോ എനിക്ക് തോന്നുന്നത് ഒരു 5 മിനിറ്റ്, നടന്നു പോയാൽ 10 മിനിറ്റ് പോലും വേണ്ട പള്ളിയിലേക്ക് പോകുവാനായിട്ട്. അത്രയും തൊട്ടടുത്ത് തന്നെ RC ചർച്ച്, അതുപോലെ തന്നെയുള്ള ഡിസ്റ്റൻസിൽ തന്നെ അമ്പലം എന്ന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങി ഉള്ള നല്ലൊരു ലൊക്കേഷനിലിരിക്കുന്ന വീട്. ഇവിടെ ഫ്രണ്ട് ബാൽക്കണിയിലേക്ക് നമ്മൾ ഇറങ്ങി. ഇതാണ്ട് പഞ്ചായത്ത് റോഡിലേക്കൂടെ ഒരു തടിയോ അങ്ങനെ എന്തോ കയറ്റിക്കൊണ്ട് പോകുന്നു. ഇതാണ്ട് ആ കാണുന്നതാണ് ബസ് പോകുന്നത്, നമുക്ക് കാണാം. അതാണ് മെയിൻ ഹൈവേ. അപ്പോൾ അങ്ങനെ എത്രയും ഹൈവേ ആയിട്ട് അടുത്ത് എങ്ങനെയാണ് അത്രയും ദൂരമുണ്ടെന്ന് നമുക്കിപ്പോൾ ഈ വീഡിയോയിലൂടെ തന്നെ കാണാൻ സാധിച്ചു. അപ്പോൾ പുതിയ വീഡിയോസുമായി നാളെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.